വെൽക്കം ടു ഇസ്രായേൽ, ദി ഹോളി ലാൻഡ്. ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ക്രിസ്ത്യൻ, മുസ്ലിം, യഹൂദ മതവിഭാഗങ്ങളും അവരുടെ ചരിത്ര പ്രാധാന്യമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളുമൊക്കെയാണ്. എന്നാൽ ഇതൊന്നുമല്ലാതെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ജനവിഭാഗവും അവരുടെ ലോകപ്രശസ്തമായ ഒരു ആത്മീയ കേന്ദ്രവും ഇവിടെയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അതെ, ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ഒത്തൊരുമയും സമാധാനവും സ്വപ്നം കാണുന്ന ബഹായി മതവിഭാഗത്തിൻ്റെ ആസ്ഥാനമാണ് ഇസ്രയേലിലെ മൂന്നാമത്തെ വലിയ നഗരമായ ഹൈഫയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായ കാർമൽ മലനിരകളിൽ ഒരുങ്ങിയിരിക്കുന്ന ബഹായി ഗാർഡനെക്കുറിച്ചാണ്. കാർമൽ മലനിരകളിൽ താഴെ നിന്ന് മുകളിലേക്ക് 19 തട്ടുകളായിട്ടാണ് ഈ ഗാർഡൻ ഡിസൈൻ ചെയ്തു വച്ചിരിക്കുന്നത്. ഇതൊരു പച്ചപ്പരവതാനി വിരിച്ച കോണിപ്പടി പോലെ നമുക്ക് തോന്നിക്കും. ഈ ഗാർഡൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്വർണ്ണ തിളക്കമുള്ള മനോഹരമായ മന്ദിരമാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. ഇത് ബഹായി വിശ്വാസത്തിലെ പ്രവാചകനായ ബാബിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന അലങ്കൃതമായ സ്മാരകമാണ്. ഗാർഡനിലെ ഓരോ പുൽത്തകിടിയും ചെടികളും പൂക്കളും കൃത്യമായ ജാമിതീയ രൂപത്തിലാണ് വെട്ടി ഒതുക്കിയിരിക്കുന്നത്. അവിടെ ഒഴുകുന്ന ചെറിയ ജലധാരകളും കല്ലുപാകിയ വഴികളും ഇതിന് രാജകീയമായ പ്രൗഢി നൽകുന്നു. 19-ാം നൂറ്റാണ്ടിൽ ഇറാനിൽ രൂപം കൊണ്ട ഒരു സ്വതന്ത്ര മതവിഭാഗമാണ് ബഹായി. എല്ലാ മനുഷ്യരും ഒന്നാണെന്നും എല്ലാ മതങ്ങളും ഒരേ ദൈവത്തിൽ നിന്നുള്ളതുമാണെന്നാണ് ഇവരുടെ പ്രധാന വിശ്വാസം. ഇന്ന് ഈ ഗാർഡൻ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടം സന്ദർശിക്കാൻ യാതൊരുവിധ പ്രവേശന ഫീസും ഈടാക്കുന്നില്ല എന്നത് വളരെ പ്രത്യേകതയാണ്. ലോകമെമ്പാടുമുള്ള ബഹായി വോളണ്ടിയർമാരാണ് തികച്ചും സൗജന്യമായി ഈ പൂന്തോട്ടം പരിപാലിക്കുന്നത്. ഒരു പൂന്തോട്ടം എന്നതിൽ ഉപരി ഇതൊരു വിശുദ്ധ ആരാധനാ ആലയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടം സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട ചില കർശനമായ നിയമങ്ങളുണ്ട്. മാന്യമായ വസ്ത്രധാരണം നിർബന്ധമാണ്. കൂടാതെ അകത്ത് ഭക്ഷണം കഴിക്കുന്നതിനും പുകവലിക്കുന്നതിനും കർശന നിരോധനമുണ്ട്. ഇസ്രയേലിലെത്തിയാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്വർഗീയ തുല്യമായ ഒരു കാഴ്ചയാണിത്. ചില യാത്രകൾ നമുക്ക് കാഴ്ചകൾ മാത്രമല്ല സമ്മാനിക്കുന്നത്, വലിയ ചില തിരിച്ചറിവുകൾ കൂടിയാണ്. ഹൈഫയിലെ ഈ മലനിരകളിൽ പ്രകൃതിയും മനുഷ്യൻ്റെ കലയും ആത്മീയതയും ഒത്തുചേർന്നപ്പോൾ പിറന്നത് ഒരു അത്ഭുതം തന്നെയാണ്. ലോകം മുഴുവൻ സമാധാനത്തോടെ ജീവിക്കണം എന്ന വലിയൊരു സ്വപ്നത്തിൻ്റെ പ്രതീകമായാണ് ഈ ബഹായി ഗാർഡൻ ഇന്നും ഇവിടെ തലയുയർത്തി നിൽക്കുന്നത്.